മുത്തുമണിച്ച ഇന്നത്തെ പുതിയ ബസ്സുകളെ കാണിച്ചു തരാൻ വേണ്ടി പോകും. അങ്ങോട്ട് നോക്കി ഷൂ ഊരിട്ട് കയറുന്നതിൻ്റെ ഉള്ളിലേക്ക്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആളുകളെ നമ്മൾ സെമി സ്ലീപ്പറിലായിരുന്നു ഇതുവരെ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവർ കുറേ ആളുകൾ നമ്മൾ റെക്കമെൻഡ് ചെയ്തത് ഞങ്ങൾക്ക് സ്ലീപ്പർ വേണം. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയ ബസ്സാണ് ഗൈസ്. ഇതിങ്ങോട്ട് നോക്കി ഈ വാതിൽ തുറന്നു ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാ സെറ്റപ്പ് നോക്കി. ഈ ഭാഗം മൊത്തം സിംഗിളാണ്, ഇത് മൊത്തം സിംഗിളാണ്. ഈ ഭാഗം ഡബിള്, രണ്ടാൾക്ക് ഇതിൽ കയറി കിടക്കാം. ഇങ്ങോട്ട് ഇങ്ങോട്ട് സ്വല്പം ഇങ്ങോട്ട് വാ. ഇവിടെ ഇങ്ങനെ ദാ മണിയറയിൽ കെടുക്കണ വരുത്തേണ്ടാ. ദാ നമ്മളെ ഡ്രൈവറാത് കെടുക്കണ കടുപ്പ് കണ്ട മണിയറയിൽ. ഇതാണ് ഇതിൽ 2 പേർക്ക് എടുക്കട്ടാ. അതേപോലെ ഇവിടെ 2 പേർക്ക്, ഇവിടെ സിംഗിൾ 1 പേർക്ക് നല്ല AC ഒക്കെ കൊണ്ട് പുതച്ച് മൂടി കിടന്ന് ഉറങ്ങി ടൂറ് പോണ വഴി പോയെങ്ങനെ ബാംഗ്ലൂർ നിങ്ങളെ നാട്ടിലേക്ക് ഇതൊക്കെ എടുക്കണേ. വേറൊരു മുത്ത് ചെരുപ്പൊക്കെ ഊരിട്ടിട്ട് ഐ എന്താ സുഖം. ഇങ്ങനെ കിടന്ന് പോകാനുള്ള സർവീസ് നമ്മളല്ലാതെ വേറെ ആരെങ്കിലും തരാ. അപ്പോൾ തുണിച്ച ഇങ്ങോട്ട് നോക്കി സ്വല്പം ഇരുന്ന് കാട്ടി കൊടുക്കടാ. ഇങ്ങനെ ഉണ്ട് കിടന്നിട്ട്. ഇനിയിപ്പോൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ തലേണുണ്ട്, ബെഡ്ഷീറ്റ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇരിക്കാം. എന്താ സുഖം. ഇനി ഉറക്ക് വരികയാണെങ്കിൽ ഇതാ അങ്ങോട്ട് കിടന്ന് ഉറങ്ങാം, എന്നിട്ട് പാട്ടും പാടി നാട്ടിലെത്താം. ഇത്രയും സൗകര്യം നമ്മൾ ഫ്ലൈസ് ചെയ്യാനല്ലാതെ വേറെ ആരെങ്കിലും ഒരുക്കി തരാം. അതായത് നമ്മളെ കോഴിക്കോട്ടേക്കും കൊച്ചിക്കും ടിക്കറ്റിന് നല്ല റേറ്റ് ഉള്ളത് കാരണം നാട്ടിലേക്ക് വരാൻ ബുദ്ധിമുട്ടാകുന്ന പാവപ്പെട്ട നമ്മളെ പ്രവാസികളെ സഹായിക്കാൻ നമ്മൾ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു പരിപാടിയാണിത്. നിങ്ങളെ ടിക്കറ്റ് എടുത്ത് നമ്മൾ ബാംഗ്ലൂർക്ക് കൊണ്ടുവരും. കോഴിക്കോടിനെയും കൊച്ചിനെയും അപേക്ഷിച്ച് പൊതുവേ ബാംഗ്ലൂർക്ക് ടിക്കറ്റ് റേറ്റ് കുറവേ കാരണം. പിന്നെ നിങ്ങളെ ബാംഗ്ലൂരിൽ നിങ്ങളെ വീട്ടിൽ വയനാട് വഴി, കോഴിക്കോട് വഴി, മലപ്പുറം കോട്ടക്കൽ വഴി തൃശ്ശൂർ നമ്മളെത്തിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദുബായിലുള്ള നമ്മളെ ഫ്ലൈസിയാന ട്രാവൽസ് നിന്ന് നമ്മളെ ഓഫീസിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ ഈ സർവീസ് കൊടുക്കുന്നുള്ളൂ. അല്ലാതെ കോഴിക്കോട്ട് നിന്ന് ബാംഗ്ലൂർക്കോ ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്കോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വന്ന ആളുകൾക്കൊന്നും നമ്മൾ സർവീസ് കൊടുക്കുന്നില്ല. നമ്മളെ സർവീസ് ഓൺലി ഫോർ നമ്മളെ ഫ്ലൈസിയാനെന്ന് ടിക്കറ്റ് എടുക്കുന്ന ആളുകൾക്ക് മാത്രം. ഇങ്ങനെ കിടന്ന് സുഖിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പോവുക. അപ്പം അടുത്ത നമ്മളുടെ പാക്കേജ് നമ്മൾ ഇട്ടിട്ടുള്ളത് ഈ വരുന്ന 8-ാം തീയതിയാണ്. 8-ാം തീയതിക്കുള്ള സീറ്റ് ഇതൊക്കെ നിങ്ങൾക്കുള്ള സീറ്റുകളാണ്. ഇങ്ങനെ കിടന്ന് എൻജോയ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ വേഗം നമ്മളെ ദുബായിലുള്ള ഓഫീസിൽ വിളിച്ചോളി, നിങ്ങളെ സീറ്റ് കൺഫേം ആക്കിക്കളി. 8-ാം തീയതിയാണ് നമ്മൾ അടുത്ത പാക്കേജ്. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ.